തെക്കേ മലബാറിലെ ഏറ്റവും മികച്ച 10 റെയിൽവേ സ്റ്റേഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. 10-ാമത്തേത് ഫറോക്ക്. കോഴിക്കോട് നിന്നും ഷൊർണൂർ റൂട്ടിൽ 10 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 15ഓളം ട്രെയിനുകളിൽ കോഴിക്കോട് ഷൊർണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കോഴിക്കോട് പട്ടണത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഫറോക്ക്. ഫറോക്ക് ടൗണിനോട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. 9-ാമത്തേത് താനൂർ. കോഴിക്കോട് നിന്നും ഷൊർണൂർ റൂട്ടിൽ 34 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. ദിവസവും 15ഓളം ട്രെയിനുകളിൽ കോഴിക്കോട് ഷൊർണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. താനൂർ ടൗണിനോട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. എട്ടാമത്തേത് പട്ടാമ്പി. ഷൊർണൂരിൽ നിന്നും കോഴിക്കോട് റൂട്ടിൽ 12 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 18ഓളം ട്രെയിനുകളിൽ ഷൊർണൂർ കോഴിക്കോട് ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പട്ടാമ്പി. പട്ടാമ്പി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പട്ടാമ്പി. ഏഴാമത്തേത് പരപ്പനങ്ങാടി. കോഴിക്കോട് നിന്നും ഷൊർണൂർ റൂട്ടിൽ 25 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 20ഓളം ട്രെയിനുകളിൽ കോഴിക്കോട് ഷൊർണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് പരപ്പനങ്ങാടി. തിരൂരങ്ങാടി താലൂക്കിലാണ് പരപ്പനങ്ങാടി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തേത് കുറ്റിപ്പുറം. കോഴിക്കോട് നിന്നും ഷൊർണൂർ റൂട്ടിൽ 60 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. കുറ്റിപ്പുറം ടൗണിനോട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. ദിവസവും 20ഓളം ട്രെയിനുകളിൽ കോഴിക്കോട് ഷൊർണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കുറ്റിപ്പുറം. തിരൂർ താലൂക്കിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് കുറ്റിപ്പുറം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമത്തേത് ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ഒറ്റപ്പാലം. ഭാരതപ്പുഴയുടെ തീരത്താണ് ഒറ്റപ്പാലം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ദിവസവും 20ഓളം ട്രെയിനുകളിൽ പാലക്കാട് ഭാഗത്തേക്കും 12ഓളം ട്രെയിനുകളിൽ തൃശ്ശൂർ ഭാഗത്തേക്കും 10ഓളം ട്രെയിനുകളിൽ ഷൊർണൂർ ഭാഗത്തേക്കും ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. ഒറ്റപ്പാലം താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ഒറ്റപ്പാലം. നാലാമത്തേത് തിരൂർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ. കോഴിക്കോട് നിന്നും ഷൊർണൂർ റൂട്ടിൽ 43 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ചുരുക്കം ചില ദീർഘദൂര ട്രെയിനുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തിരൂർ. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലാണ് തിരൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. തിരൂർ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തിരൂർ. മൂന്നാമത്തേത് കോഴിക്കോട്. 4 വീതി വിശാലമായ പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. ഇതിലേ പോകുന്ന എല്ലാ യാത്രാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്.
മലബാറിലെ എല്ലാ ഭാഗത്തേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവരും മലപ്പുറം, വയനാട് ജില്ലയിലുള്ളവരും ഈ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നു. വരുമാനത്തിൻ്റെയും യാത്രക്കാരുടെ എണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മലബാറിൽ ഒന്നാമതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. രണ്ടാമത്തേത് പാലക്കാട് ജംഗ്ഷൻ. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. 5 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. ഇതിലേ പോകുന്ന എല്ലാ യാത്രാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. പാലക്കാട് ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് പാലക്കാട്. കോയമ്പത്തൂരിലേക്ക് ഇവിടെ നിന്നും 53 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഒന്നാമത്തേത് ഷൊർണൂർ ജംഗ്ഷൻ. 4 റൂട്ട് ജംഗ്ഷനാണ് ഷൊർണൂർ ജംഗ്ഷൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനും ഷൊർണൂരാണ്. 7 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. നിലമ്പൂർ ഭാഗത്തേക്കുള്ള റെയിൽവേ റൂട്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഷൊർണൂർ. ഭാരതപ്പുഴയുടെ തീരത്താണ് ഷൊർണൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മലബാറിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ഷൊർണൂരിൽ നിന്നാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.